freshers and students വളരെ ആപ്റ്റ് ആയിട്ടുള്ള ജോലികൾ ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്ത് അറിയാൻ പറ്റിയാൽ ദാറ്റ് വിൽ ബി ഗ്രേറ്റ് അല്ലെ. അതായത് നമ്മുടെ SM ടോക്സ് എന്ന ചാനൽ കൂടുതലായിട്ടും കണ്ടുകൊണ്ടിരിക്കുന്നത് ഫ്രഷേഴ്സ് ആയിട്ടുള്ളവരും അതുപോലെ തന്നെ ജോബ് സീക്ക് ചെയ്യുന്നവരൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഏറ്റവും കൃത്യമായിട്ടുള്ള ജോലികൾ ഏതാണെന്ന് അറിയാൻ പറ്റുകയാണെങ്കിൽ അതിലൂടെ തന്നെ അവർക്ക് നല്ലൊരു പ്ലേസ്മെന്റിലേക്ക് എത്തിച്ചേരാനായിട്ട് പോസിബിൾ ആണ്. സ്മാർട്ട് മൂവ്സ് എന്ന് പറയുന്നത് ഒരു HR ട്രെയിനിങ്, റിക്രൂട്ടിംഗ് ഈ രീതിയിലുള്ള സപ്പോർട്ട് സിസ്റ്റമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ SM ടോക്സ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കാൻഡിഡേറ്റ്സിനും കൂടുതലായിട്ട് കമന്റ് സെക്ഷൻ ലൈവ് ആക്കാൻ പറ്റും. ഇതിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻസ് എല്ലാം കമന്റ് ബോക്സിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ സ്മാർട്ട് മൂവ്സിൽ നിങ്ങൾക്ക് ഹാഫ് സാലറി പോലെയുള്ള ഒരു വലിയ ചാർജസ് ഒന്നും ഇല്ലാതെ ഇനീഷ്യലി ചെറിയൊരു രജിസ്ട്രേഷൻ എമൗണ്ടോട് കൂടി തന്നെ നിങ്ങൾക്ക് സ്മാർട്ട് മൂവ്സിന്റെ ടീമിലേക്ക് വരാൻ പറ്റും. അതോടുകൂടി തന്നെ നിങ്ങൾക്ക് CV നമ്മുടെ വാട്സപ്പിലേക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ റെഗുലർ ആയിട്ട് ഒരു വർഷത്തോളം നിങ്ങൾക്ക് വേക്കൻസി അപ്ഡേറ്റ്സ് കൃത്യമായിട്ട് അറിയാനും അതുപോലെ തന്നെ CV കറക്ഷനും അതുപോലെ ഡിജിറ്റൽ ട്രെയിനിങ്ങും വഴി നല്ലൊരു പ്ലേസ്മെന്റിലേക്ക് എത്താനും ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സംസാരിച്ചിരുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഫ്രഷേഴ്സ് അതുപോലെ തന്നെ സ്റ്റുഡൻസിന് ഏറ്റവും അധികം പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ഇനീഷ്യൽ ജോബുകൾ ഏതൊക്കെയാണ്. അപ്പൊ അതില് ഞാൻ ഒരു 6 ജോലികളുടെ ഡെസിഗ്നേഷൻസ് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. അത് ഓരോ കമ്പനീസും അതിനെ അവതരിപ്പിക്കുന്ന രീതി ഡിഫറെന്റ് ആണ്. എന്നിരുന്നാൽ പോലും ഈ കമ്പനീസിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് ബേസിക് ഇൻഫർമേഷൻ ആണ് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നത്. ഇതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആദ്യമായിട്ട് ഒരു ഫ്രഷർ ചെയ്ത് നോക്കേണ്ട ഒരു ജോലി എന്ന് പറയുന്നത് ഏറ്റവും കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആണ്. കാരണം ഈ ഒരു പ്രൊഫൈലിൽ നമ്മൾ പാരന്റിങ്ങിന്റെ സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ ഇത് പഠിച്ചു വളരണം എന്നൊരു തോട്ട് പ്രോസസ്സ് കേരളത്തിലേ ഇല്ല. കാരണം എന്തായാലും നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ കുട്ടി എന്തെങ്കിലും ഒരു കാര്യം സെല് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കാര്യം ബൈ ചെയ്യാനോ തുടങ്ങുമ്പോൾ തന്നെ പാരന്റ്സ് പറയും അയ്യോ ഇപ്പൊ അതിനൊന്നും പോകരുത്, ഇപ്പൊ പഠിച്ചാൽ മതി, ടെക്സ്റ്റിലുള്ളത് പഠിച്ചാൽ മതി എന്ന രീതിയിലാണ് നിർദ്ദേശങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ കേരള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ തന്നെ ആ ഒരു റൂട്ടഡ് ആയിട്ടുള്ള ഒരു ചേഞ്ച് വരുത്തേണ്ടത് അത്യാവശ്യമാണ്. അതായത് ഒരു 18 ഇയേഴ്സ് കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ച് ആദ്യം തന്നെ സെയിൽസിലും മാർക്കറ്റിംഗിലും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഒരു വിസ്ഡം ലെവലിൽ ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ എത്താനായിട്ട് പോസിബിൾ ആണ്. നെക്സ്റ്റ് ഒരു പ്രൊഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി വരുന്നത് ടെലികോളിംഗ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും നമുക്ക് നേരിട്ട് പോവുക, കാണുക, അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള അറേഞ്ച്മെന്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക്. അതുകൊണ്ട് തന്നെ ടെലികോളിംഗ് അല്ലെങ്കിൽ ടെലിഫോണിക് സ്കിൽസ് വളരെയധികം റൂട്ടഡ് ആയിട്ട് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് ടെലികോളിംഗ് ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ജോലിയാണ്. അപ്പൊ അതുകൊണ്ട് ഫോൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് സംസാരിക്കുമ്പോൾ അപ്പുറത്തിരിക്കുന്ന ആളിലേക്ക് അത് എങ്ങനെ എത്തിക്കണം എന്നുള്ളത് നിങ്ങളുടെ വോയിസ് മോഡുലേഷൻ ഉപയോഗിച്ച് കൊടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഫ്രഷർ ആയിരിക്കുമ്പോൾ ചെയ്യേണ്ട ഒരു നല്ലൊരു പോസ്റ്റ് തന്നെയാണ് ടെലികോളിംഗ് എന്നാണ്. തേർഡ് വൺ എന്ന് പറയുന്നത് ട്രെയിനിങ് അല്ലെങ്കിൽ ട്രെയിനർ, ഇത്തരത്തിലുള്ള ഡെസിഗ്നേഷൻസ് ആണ്. അതായത് ഒരു പബ്ലിക് സ്പീക്കിംഗ് എന്നത് എപ്പോഴും ജോലിയിൽ വേണ്ട ഒരു അനിവാര്യമായിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ്. സോ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിങ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ പബ്ലിക് സ്പീക്കിംഗ്, ഇവന്റ് ഇത്തരത്തിലുള്ള ടീമിന്റെ ഒക്കെ ഓഫേഴ്സ് വരുന്ന സമയത്ത് തിങ്ക് ട്വൈസ്. കാരണം അവിടെയൊക്കെ നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംസാരിക്കാനായിട്ടുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെ പ്യൂരിറ്റി കൂടി വരുന്ന ഒരു പ്രൊഫൈൽസ് ആണ്. ഈ പറഞ്ഞതുപോലെ ട്രെയിനിങ് എന്നൊരു ഒറ്റ ഡെസിഗ്നേഷൻ നിങ്ങൾ മാത്രം വിചാരിക്കരുത്. ഞാൻ പറഞ്ഞിരുന്നു തുടക്കത്തിൽ ഇത് പല രീതിയിലാണ് കമ്പനീസ് പ്രസന്റ് ചെയ്യുന്നത്. ആൻഡ് ഫോർത്ത് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സ്കിൽ സെറ്റ് ആണ്. അതായത് ഡ്രൈവർ ആയിട്ടുള്ള വേക്കൻസി അല്ലെങ്കിൽ ഒരു പേഴ്സണൽ അസിസ്റ്റന്റ് എന്നൊക്കെയുള്ള പല രീതിയിൽ കമ്പനികളിൽ റിക്രൂട്ട്മെന്റ്സ് നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡ്രൈവ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് എത്ര നന്നായിട്ട് എടുക്കാൻ പറ്റുന്നോ അതുപോലത്തെ വേക്കൻസികൾ ഇനീഷ്യൽ സ്റ്റേജിൽ വരുവാണെങ്കിൽ അതും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ആൻഡ് സിക്സ്ത് പോയിന്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ബിഫോർ ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് ഓഫീസ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് വരുന്ന ഇൻഡോറിലേക്ക് വരുന്ന, അതായത് ഓഫീസിനുള്ളിലേക്ക് വരുന്നവരെ മര്യാദ കൊടുത്തുകൊണ്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളതും വളരെ ബേസിക്കലി അറിഞ്ഞിരിക്കണം. അതുപോലെ ലാസ്റ്റ് എന്ന് പറയുന്നത് അക്കൗണ്ട്സ് ആണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്രയും ഫിനാൻഷ്യൽ ഡീലിങ്സ് നടക്കുമ്പോൾ അതിനെങ്ങനെയാണ് അക്കൗണ്ട് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയേണ്ട ഒരു സ്കിൽ സെറ്റ് ആണ്. അപ്പോൾ ഫ്രഷേഴ്സിന് ഈ ഒരു 6 ജോബ് പ്രൊഫൈൽസിൽ റിലേറ്റഡ് ആയിട്ടുള്ള ജോലികൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കരിയറുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ നിങ്ങൾക്കൊരു ബേസിക്കലി നിങ്ങളെ ഇംപ്രൂവ് ചെയ്യുന്ന സ്കിൽ സെറ്റുകളാണ്. അപ്പോൾ സ്മാർട്ട് മൂവ്സ് എന്ന് പറയുന്നത് ഒരു HR റിക്രൂട്ട്മെന്റ് ഫേം ആണ്. നമുക്ക് വലിയ രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയുന്നത് ചെറിയ എമൗണ്ട് ആണ്. ഹാഫ് സാലറി എന്ന് പറയുന്നത് നിങ്ങളുടെ ശമ്പളത്തിന്റെ പകുതിയാണ്. അതായത് ഏകദേശം ഒരു 20,000 രൂപയാണെങ്കിൽ 12,500 രൂപയോളം വരുന്ന ഒരു വലിയ എമൗണ്ട് ആണ് ഹാഫ് സാലറി. അത്തരത്തിലുള്ള ഒരു വലിയ ചാർജസ് ഒന്നും ഇല്ലാതെ നിങ്ങളുടെ CV കറക്ഷനും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട ഡിജിറ്റൽ ട്രെയിനിങ്ങും തന്നുകൊണ്ട് നിങ്ങളെ എംപ്ലോയബിൾ ആക്കുക, നിങ്ങളെ കൃത്യമായിട്ടൊരു പ്ലേസ്മെന്റ് സപ്പോർട്ടാണ് സ്മാർട്ട് മൂവ്സ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ താല്പര്യമുള്ളവർ എല്ലാവരും തന്നെ നമ്മുടെ CV അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയക്കുക. അതുപോലെ തന്നെ കമന്റ് സെക്ഷനിലേക്ക് ഒപ്പീനിയൻസ് കൊടുക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.